പീപ്പിൾ ബിഗ് ഇംപാക്ട് ബാർ കോഴ അഴിമതിയിൽ കുരുങ്ങി മന്ത്രി കെ ബാബുവും രാജിവെച്ചു. ബാബുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും. ഡാനി, രാജി പ്രഖ്യാപിച്ചുകൊണ്ട് കെ ബാബു പറഞ്ഞത് എന്തൊക്കെ? പ്രദീപ്, പ്രധാനമായും അദ്ദേഹം ഇന്ന് സൂചിപ്പിച്ചത് താൻ ഇത് വ്യക്തിപരമായാണ് താൻ ഇതിനെ കാണുന്നത്. രാഷ്ട്രീയപരമായ ഒരു തീരുമാനമല്ല, വ്യക്തിപരമായ തീരുമാനമാണ് താൻ എടുത്തിരിക്കുന്നത്. കാരണം തനിക്ക് രാഷ്ട്രീയപരമായി യാതൊരുവിധ സമ്മർദ്ദങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹം ഇതിനെ അവതരിപ്പിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയും മറ്റുമായും ദീർഘനേരം നീണ്ട കൂടിക്കാഴ്ചകൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടന്നിരുന്നു. മറ്റേ ഗ്രൂപ്പ് നേതാക്കളും പങ്കെടുത്തിരുന്നു. പക്ഷെ ഇതിനെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്ന അത്തരം കൂടിക്കാഴ്ചകൾ തനിക്ക് ഒരു വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ താൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിരുന്നു. ഏതെങ്കിലും രീതിയിൽ എഫ്ഐആർ അടക്കമുള്ള കേസെടുക്കുന്ന കാര്യങ്ങളിലേക്ക് ഏതെങ്കിലും രീതിയിൽ നടപടികൾ പോവുകയാണെങ്കിൽ താൻ അന്ന് അതിന് മറുപടി പറയുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിപരമായ പേരിൽ തന്റെ ധാർമ്മികതയുടെ പേരിലാണ് താൻ ഈ രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത്. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറ്റൊന്ന് പറയുന്നത് CPM നേതാക്കൾക്കെതിരെയുള്ള ആരോപണമാണ്. ബാർ ഉടമകളുമായി ചേർന്നുകൊണ്ടാണ് ഇതിനുള്ളൊരു പദ്ധതി തയ്യാറാക്കിയത്. സർക്കാർ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കൂടുതലായും മദ്യ വ്യവസായികൾക്കും മറ്റും കനത്തമായ തോതിൽ നഷ്ടമുണ്ടായി. ഇത് തുടർന്ന് ഇവരുടെ നേതൃത്വത്തിൽ തന്നെ മന്ത്രിസഭയെ തന്നെ മന്ത്രിമാരെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. ഇതിന് CPM നേതാക്കളുടെ ഒരു പിന്തുണയുണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടിയും MLAയും ഉൾപ്പെടുന്ന ഒരു യോഗം തന്നെ ഇതിൽ മദ്യ വ്യവസായികളും ഉണ്ടായിരുന്നവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരം ഒരു അജണ്ട തീരുമാനിക്കപ്പെടുന്നത്. അത്തരം ഇതിന്റെ ഭാഗമായിട്ടാണ് തനിക്കെതിരെയുള്ള നീക്കങ്ങൾ നടന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതിന്റെ ഫലമായിട്ടാണ് ഈ നീക്കങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു. മറ്റൊന്ന്, ബിജു രമേശ് ആണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇദ്ദേഹത്തിനെതിരെ താൻ കോടതിയെ സമീപിച്ചു. എന്നാൽ ഈ കോടതിയുടെ വിചാരണ നേരിടാൻ പോലും ബിജു രമേശ് തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഈ കേസിൽ സ്റ്റേ വാങ്ങിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോടതിയിലും തനിക്കെതിരെയും ഒരു കേസുകൾ നിലവിലില്ല. അതോടൊപ്പം തനിക്കെതിരെ ഇതുവരെയും കേസുകളൊന്നും എടുത്തിട്ടില്ല. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ താൻ പരിഗണിക്കുന്നത് ഇത് വ്യക്തിപരമായി തന്നെ ഇതിനെ കണ്ടുകൊണ്ട് രാജി തീരുമാനം മുഖ്യമന്ത്രി അറിയിക്കുന്നു, കത്തായി നൽകുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ഡാനി പോൾ കൊച്ചിയിൽ നിന്നും. KG ദിനകർ തിരുവനന്തപുരത്ത്. KG, ഒരുപക്ഷെ ഇനി ഉണ്ടാകുന്ന രാഷ്ട്രീയ മാനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പീപ്പിൾ TVയിലൂടെ ഉയർന്ന ഒരു അഴിമതി ആരോപണം, അവിടെ 2 മന്ത്രിമാർ രാജിവെച്ചിരിക്കുന്നു. KPCCയുടെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും കെ ബാബുവിന്റെ ഈ രാജി എത്രമാത്രം പ്രതിസന്ധിക്ക് കാരണമാകും, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ? പ്രദീപ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്ന പശ്ചാത്തലത്തിൽ UDFനും കോൺഗ്രസിനും വലിയ തിരിച്ചടി തന്നെയാണ് കെ ബാബുവിൻ്റെ രാജിയിലൂടെ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ഒരുപക്ഷെ ഈ രാജി കൊണ്ടുചെന്നെത്തിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം കെ ബാബു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വലങ്കയായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കെ ബാബുവിൻ്റെ രാജിക്കപ്പുറം മറ്റ് പല മന്ത്രിമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ ഇന്നും ഉണ്ടായിരിക്കുന്നത്. അത് ഐ ഗ്രൂപ്പിൽപ്പെട്ട പല മന്ത്രിമാരും പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ. അതിൽ ഒരാളുടെ പേരിന് ബിജു രമേശ് വീണ്ടും ആവർത്തിച്ചു വ്യക്തമാക്കുകയുണ്ടായി. മന്ത്രി VS ശിവകുമാറിൻ്റേതാണ് ആ പേര്. സ്വാഭാവികമായും ഇരു ഗ്രൂപ്പുകളും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് ഇത് നയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്ന കേരളത്തിൽ മുൻ ധനകാര്യമന്ത്രി KM മാണി ബാർ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജിവെച്ചു. ഇപ്പോൾ രണ്ടാമത് കെ ബാബുവും രാജിയിലേക്ക് എത്തി നിൽക്കുന്നു. ഇത് സ്വാഭാവികമായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത് ആയുധമാക്കാൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കും എന്നുള്ളതിനും യാതൊരു സംശയമില്ല. അത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസ് UDF ചെന്നെത്തിയിരിക്കുന്നു. ഘടകകക്ഷികൾ പൊതുവെ അസംതൃപ്തരാണ്. UDF ഘടകകക്ഷികൾ പൊതുവെ അസംതൃപ്തരാണ്. ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നേരിട്ടാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന ഒരു വികാരമായിരിക്കും പൊതുവെ ഐ ഗ്രൂപ്പുകാർ മുന്നോട്ട് വയ്ക്കുക. അത് ആഭ്യന്തരമന്ത്രി
രമേശ് ചെന്നിത്തല നേരത്തെ ഹൈക്കമാൻഡിന് കത്തയച്ച പ്രശ്നവും നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഭരണം മോശമാണ്, അല്ലെങ്കിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം കത്ത് അയച്ചത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. കെ ബാബുവിൻ്റെ രാജിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പടയൊരുക്കം ശക്തമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ KG നിയമസഭാ സമ്മേളനം, ആ സമ്മേളനത്തെ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരുന്നു. ആ സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ബാബുവിൻ്റെ രാജിയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ സഭാ സമ്മേളനത്തെ സംബന്ധിച്ച്? തീർച്ചയായും ബജറ്റ് സമ്മേളനം ഫെബ്രുവരി 5-ന് ആരംഭിക്കാനിരിക്കുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷം കെ ബാബുവിൻ്റെ രാജി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ബാർക്കോഴ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവമാക്കി നിലനിർത്തും. അത് സജീവ ചർച്ചാ വിഷയമാക്കുകയും ചെയ്യും പ്രതിപക്ഷം. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് UDF-ഉം LDF-ഉം BJP-യും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കേരളത്തിൽ എമ്പാടും യാത്രകൾ നടത്തുന്ന ഒരു തിരക്കിലുമാണ്. ഇതൊക്കെയും സജീവ ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. LDF ശക്തമായി ഇത്തരം അഴിമതി ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും യാത്രയിലുടനീളം മുന്നോട്ട് വയ്ക്കുക. സ്വാഭാവികമായും കോൺഗ്രസിന് ഇതിന് മറുപടി പറയുക എന്നുള്ളത് കോൺഗ്രസിന് ബാധ്യതയായി തീരും. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തങ്ങളുടെ വികസന നേട്ടങ്ങൾക്കപ്പുറം അഴിമതി മാത്രമായിരിക്കും കോൺഗ്രസിന് മറുപടി നൽകാൻ കഴിയുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമ്പോൾ അത് UDF-നും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പ്രദീപ്, ഇത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF രാഷ്ട്രീയത്തിലടക്കം വളരെ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം ചേരുന്നു. ബാർക്കോഴ അഴിമതിയിൽ മന്ത്രി കെ ബാബുവും രാജിവെച്ചിരിക്കുന്ന ഈ സാഹചര്യം സമ്പൂർണ്ണമായി വിലയിരുത്തുമ്പോൾ തുടർന്ന് കേരള രാഷ്ട്രീയം ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ കാണാൻ പോകുന്നത്? ബാർക്കോഴ ആരോപണത്തെ തുടർന്ന് കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി കെ ബാബു രാജിവെച്ചു. താൻ CPIM-ന്റെയും ബിജു രമേശിന്റെയും ഗൂഢാലോചനയുടെ രക്തസാക്ഷിയെന്ന് കെ ബാബു. ആരോപണം ബാബുവിന്റെ ജാള്യത മറയ്ക്കാനെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കോടതി പരാമർശങ്ങൾ ഉമ്മൻചാണ്ടിക്കും ബാധകമെന്ന് പിണറായി വിജയനും പറഞ്ഞു. ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ബിജു രമേശ് പ്രതികരിച്ചു. CPIM ബിജു രമേശുമായി നടത്തിയ ഗൂഢാലോചനയുടെ രക്തസാക്ഷിയാണ് താനെന്നായിരുന്നു രാജിക്ക് ശേഷം മന്ത്രി കെ ബാബുവിന്റെ പ്രതികരണം. ഇത് കോടിയേരി ബാലകൃഷ്ണനും കൂടി ശിവൻകുട്ടി MLA-യുടെ വീട്ടിൽ വെച്ച് ഡിസംബർ മാസം 15-ാം തീയതി 7 മണിക്ക് നടത്തിയ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരായ ആരോപണം. എന്നാൽ ജാള്യത മറയ്ക്കാനാണ് ബാബു CPIM-നെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ രാജിയുടെ ജാള്യത മറച്ചുപിടിക്കാനാണ് CPM നടത്തിയ ഗൂഢാലോചന വഴിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്ന് ആക്ഷേപിച്ചിരിക്കുന്നത്. ഈ ഗൂഢാലോചന നടത്തിയെന്നുള്ള ആരോപണം ശുദ്ധ അസംബന്ധമാണ്. കെ ബാബുവിന്റെ ആരോപണങ്ങൾക്ക് ബിജു രമേശിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഡിസംബർ 15-ാം തീയതി ബാബുവിനെ പറയപ്പെടുന്ന ശിവൻകുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണനെ ഞാൻ കണ്ടിട്ടുമില്ല. അച്ഛൻ മരിച്ച് 41 കഴിയുന്നവരെ ഞാൻ ഒരു ചാനലിലോ ഒരു ഓഫീസിലോ അല്ലാതെ മറ്റൊരു കാര്യത്തിനോ ഇവിടുന്ന് വീട് വിട്ട് പുറത്തു പോയിട്ടില്ല. ആ പുറത്തു പോകാത്ത ഞാൻ ഗൂഢാലോചനയ്ക്ക് പോയി സംസാരിച്ചു എന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെ ഇതല്ലേ. എന്നാൽ കെ ബാബുവിന്റെ രാജിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചില്ല. ഒരു മന്ത്രി രാജിവെച്ചിട്ട് അങ്ങ് പ്രതികരിക്കാത്തത് എന്താണ്? ഉമ്മൻചാണ്ടി അധികാരത്തിൽ തുടരാൻ അർഹനല്ലെന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി തന്നെ അധികാരത്തിലിരിക്കാൻ അർഹനല്ല. അത്രമാത്രം കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിട്ടുള്ളത്. ടൈറ്റാനിയം കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള കോടതിയുടെ പരാമർശത്തിന്റെ മേലെ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകേണ്ടതാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി പദം ഇത്തരം ആളുകളെയൊക്കെ സംരക്ഷിക്കാനാണ് ഉപയോഗിച്ചു വന്നത്. ന്യൂസ് ഡെസ്ക്. ബാബുവിന്റെ രാജി ഉണ്ടായിരിക്കുന്നു. ബാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ രാജിയും രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു പീപ്പിൾ TV ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയം, പ്രധാനപ്പെട്ട ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ രണ്ടാമനും രാജിക്ക് കാരണമായിരിക്കുന്നു, രാജിവെച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നു? രാജിവെച്ചുകൊണ്ട് ശ്രീ ബാബു പറഞ്ഞ കാര്യമാണ് ഏറ്റവും കൗതുകകരമായി തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് ധാർമ്മികമായ പരിഗണന മുന്നിൽ വെച്ചാണ് ഞാൻ രാജിവെക്കുന്നത്. രാജി ഒരു വലിയ ഗൂഢാലോചനയ്ക്കെതിരായ പ്രതികരണവുമാണ്. ഗൂഢാലോചന നടത്തിയത് CPM-ഉം അതുപോലെ തന്നെ ബിജു രമേശുമാണ്. അപ്പം അധികാരത്തിൻ്റെ അവസാന നാളുകളിൽ
അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കോടതിയുടെ പരാമർശം മൂലം നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയുകയാണ് രാജി ധാർമ്മികമായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് എന്ന്. എപ്പോഴാണ് പ്രദീപ് ഒരു കാര്യം ധാർമ്മികമാകുക അല്ലെങ്കിൽ ധാർമ്മികമായ പരിഗണനയ്ക്ക് വിധേയമാവുക? ബിജു രമേശ് ഈ ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പാണ്, ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം രാജിവെച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ആ വകുപ്പ് മന്ത്രിയായിരിക്കുന്നത് കൊണ്ട് തന്നെ രാജിവെച്ചുകൊണ്ട് എല്ലാ അന്വേഷണത്തെയും നേരിടാൻ താൻ തയ്യാറാണ് എന്ന് സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ AK ആൻ്റണി, ഇദ്ദേഹത്തിൻ്റെ തന്നെ നേതാവാണ്, AK ആൻ്റണി കാണിച്ച മാതൃക കാണിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ധാർമ്മികമായ കാര്യത്താൽ രാജിവെക്കുന്നു എന്ന് പറയാമായിരുന്നു. അന്ന് ചെയ്തില്ല. അതിനുശേഷം മാണിക്ക് ശേഷം ബാബുവും കൈക്കൂലി വാങ്ങി ചെറിയ തുകയല്ല 10 കോടി എന്ന് ബിജു രമേശ് വ്യക്തമാക്കുമ്പോൾ അപ്പോൾ രാജിവെക്കാമായിരുന്നു ധാർമ്മികമായി. നേരിട്ട് 10 കോടി താൻ വാങ്ങിയെന്നാണ് ഒരാൾ ആക്ഷേപിക്കുന്നത്. അപ്പോൾ രാജിവെച്ച് അന്വേഷണത്തെ നേരിടുന്നു എന്ന് പറയാമായിരുന്നു. അപ്പോഴും മിണ്ടിയില്ല. പിന്നീട് 50 ലക്ഷം രൂപ ഓഫീസിൽ കൊണ്ടുപോയി, ബാബുവിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി താൻ കൊടുത്തു. പ്രബലമായൊരു സാക്ഷിമൊഴി അക്കാര്യത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് ബിജു രമേശ് പറയുന്നു. ആ സമയത്തെങ്കിലും രാജിവെക്കാമായിരുന്നു. കാരണം പണം, റെഡി ക്യാഷ്, ലിക്വിഡ് ക്യാഷ് കൈമാറിയ കാര്യമാണ് പറയുന്നത്. അപ്പോഴൊന്നുമില്ലാത്ത ധാർമ്മിക വ്യഥ എന്തുകൊണ്ടാണ് ഇപ്പോൾ ബാബുവിനുണ്ടായത്? എപ്പോൾ മുതലാണ് ബാബു ധാർമ്മികനായത്? അതും കോടതി വിധി കൃത്യമായി പറഞ്ഞു ബാബുവിനെതിരെ FIR ഇടണമെന്ന്. ബാബുവിനെതിരെ FIR ഇടണമെന്ന് നീതിന്യായ കോടതി, രാഷ്ട്രീയ വിമർശനമൊന്നുമല്ല, പറയുന്നത് വരെ കാത്തിരുന്നതിന് ശേഷം ഇനി അളയിൽ ഒളിക്കാൻ സ്ഥലമില്ല എന്ന് കണ്ടെത്തിയതിന് ശേഷം നിവർത്തികേട് കൊണ്ട് നടത്തുന്ന രാജിയെ ധാർമ്മികമായ രാജി എന്ന് പറയാനാവില്ല. ധാർമ്മികമായി രാജിവെക്കണമെങ്കിൽ ധാർമ്മികമായ എല്ലുറപ്പ്, നട്ടെല്ലിൻ്റെ ഉറപ്പ് വേണം ബാബുവിനില്ലാത്തത്. ആ അർത്ഥത്തിൽ ധാർമ്മികമാണ് ഈ രാജി എന്ന് പറയാനാവില്ല. പിന്നെന്താണ്? മറ്റ് നിർവാഹമില്ല. പ്രദീപ്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. കോടതി പറയുന്നത് വരെ കാത്തിരുന്നു. അതിനുശേഷം എല്ലായിടത്തും ഒളിച്ചോടി പലായനം ചെയ്യാൻ നോക്കി, നടന്നില്ല. ഒടുവിൽ കോടതി നേരിട്ട് പറഞ്ഞു FIR ഇടൂ ഈ മന്ത്രിക്കെതിരെ എന്ന്. FIR ഇട്ടാൽ അപ്പോൾ താൻ രാജിവെക്കുമെന്നൊരു പാഴ്വാക്ക് പറഞ്ഞുപോയി മുമ്പ് ബാബു. അതുകൊണ്ട് മാത്രമല്ല, ഇനി വളരെ കുറച്ചു കാലം കൂടിയേ അധികാരത്തിലുള്ളൂ. ബാബുവിനെ സംബന്ധിച്ച് 3-4 മാസത്തെ അധികാരം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നത് വഴി പുതിയ പണസമാഹരണ സാധ്യതയൊന്നുമില്ല എന്ന് നമുക്കറിയാം. ആ നിലയ്ക്ക് അവസാന ഘട്ടത്തിൽ നിർവാഹമില്ലാതെ രാജിവെക്കുകയും ആ രാജിയെ എങ്ങനെയെങ്കിലും ആദർശവൽക്കരിക്കാൻ കഴിയുമോ എന്ന് ഉമ്മൻചാണ്ടിയുമായി ആലോചിച്ച് പുറത്തിറങ്ങി പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു അദ്ദേഹം ചെയ്തത്. ഏതായാലും പരമദയനീയമായ UDFൻ്റെ താറുമാറായ അഴിമതിയുടെ കറ പുരണ്ട് താറുമാറായ മുഖമാണ് ബാബുവിലൂടെ പത്രസമ്മേളനത്തിൽ സാധാരണ മലയാളി കാണുക. ബാർകോഴ അഴിമതിയിൽ കുരുങ്ങി മന്ത്രി K ബാബുവും രാജിവെച്ചിരിക്കുന്നു. അജിത് കുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ അജിത് കുമാർ, ഭാസുരേന്ദ്ര ബാബു നിരീക്ഷിക്കുന്നത് നിവർത്തി കേട് കൊണ്ട് രാജിവെക്കേണ്ടി വന്നു, കോടതി പരാമർശം വേണ്ടി വന്നു, ഒരു FIR രജിസ്റ്റർ ചെയ്യാത്തത് എന്ത് എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വരുന്നു. കാണിക്കേണ്ട അഴിമതി എല്ലാം കാണിച്ചു, വെട്ടി വിഴുങ്ങേണ്ടതെല്ലാം വിഴുങ്ങിക്കഴിഞ്ഞു. ഇനി രാജിക്കൊരു ആദർശത്തിൻ്റെ പരിവേഷം. എങ്ങനെ ഒരു സർക്കാരിനും ഒരു മന്ത്രിക്കും ഒരു മുഖ്യമന്ത്രിക്കും ഈ നാടകങ്ങളൊക്കെ കളിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഭാസുരേന്ദ്ര ബാബു ചോദിക്കുന്നത്. മന്ത്രി ബാബു രാജിവെച്ചത് അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാൻ അല്പമെങ്കിലും സഹായകമാകും. അല്ലെങ്കിൽ കടിച്ചു തൂങ്ങി കിടന്നു എന്ന പാപഭാരം അദ്ദേഹത്തെ ആജീവനാന്തം വേട്ടയാടുമായിരുന്നു. ഇതിനു മുമ്പേ രാജിവെച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കുറച്ചുകൂടി ഇത്രമാത്രം കരിപുരണ്ടതാകുമായിരുന്നില്ല. ഇവിടെ മന്ത്രി ബാബുവിന്റെ രാജി ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും ആരോപണ വിധേയമായ ഒരു എക്സൈസ് മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് മുമ്പുണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു രഘുചന്ദ്രനാണ്. അദ്ദേഹത്തെ വിജിലൻസ് കേസിൽ ഇപ്പോഴും അത് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിജിലൻസ് കേസ് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ അത് എക്സൈസ് ഗാർഡ് നിയമനം സംബന്ധിച്ച പ്രശ്നങ്ങളാണ്. ഇത് ബാറുമായി ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റ് തന്നെ ഇത്രയും ആടി ഉലയുന്നത് ഈ ഗവൺമെന്റിന് തന്നെ പിടിപ്പുകേട് കൊണ്ടാണ്. VM സുധീരനെ തോൽപ്പിക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി എടുത്ത വ്യഗ്രത, അതിന് ആദർശത്തിന്റെ ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നില്ല.
ഗവൺമെന്റിന്റെ ലക്ഷ്യം അങ്ങനെ ബാറുകളൊക്കെ നിരോധിക്കുകയായിരുന്നില്ല, കൂട്ടുകയായിരുന്നില്ല. എങ്ങനെയെങ്കിലും കോടതിയുടെ തലയിൽ വെച്ച് മുഖം രക്ഷിച്ചുകൊണ്ട് ബാറുകളൊക്കെ പുനഃസ്ഥാപിക്കാം എന്നതോടെ PM സുധീരനെ തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടിയും ബാബുവും എല്ലാം കൂടെ കാണിച്ച ഒരു അരിബുദ്ധി തലബുദ്ധി വീഴാൻ കാരണമായി എന്നതാണ് സത്യം. ബാബു ചെയ്തതെന്താ? ശ്രീ ബാബു ഇവിടുത്തെ അബ്കാരികളിൽ അജിത് കുമാർ താങ്കളിലേക്ക് എത്താം. ബാർക്കോഴ അഴിമതിയിൽ കുരുങ്ങി മന്ത്രി കെ ബാബുവും രാജിവെച്ചിരിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു രണ്ടാമത്തെ മന്ത്രിയും രാജിവെക്കുമ്പോൾ അഴിമതി രഹിത കേരളം എന്ന വിശാല അർത്ഥത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോഴും ഈ സർക്കാരിന്റെ ഇതുവരെയുള്ള ഇന്ന് ബാബുവിന്റെ രാജിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ എത്രമാത്രം കെടുകാര്യസ്ഥതയാണ് ഓരോ രംഗത്തും നിലനിൽക്കുന്നത്? അതിന്റെ ഉത്തമ ഉദാഹരണമായി വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളെ അടക്കം കാണേണ്ടതുണ്ടോ? അതിനകത്ത് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് പോലെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഈ മന്ത്രിസഭയുടെ പൊതു സ്വഭാവം തന്നെ പ്രദീപ് ഒന്ന് പരിശോധിച്ചാൽ മതി. പലരും അത് മുമ്പ് സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓരോ മന്ത്രിമാരെയും തിരഞ്ഞെടുക്കുന്നതിൽ കർശനമായ നിഷ്കർഷ അദ്ദേഹം പാലിച്ചിട്ടുള്ളതായി കാണാം. പ്രധാനപ്പെട്ട അധികാരമുള്ള പാർട്ടികൾ അവരുടെ ആളുകളെ മന്ത്രിമാരായി നിയോഗിക്കും. ലീഗിനെ സംബന്ധിച്ച് അതിൽ വലിയ ഇടപെടൽ മുഖ്യമന്ത്രിക്ക് സാധ്യമല്ല. ഒരു അളവോളം നമുക്ക് കേരള കോൺഗ്രസും അങ്ങനെ തന്നെയാണ്. ബാക്കി ഏത് മന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും മുഖ്യമന്ത്രി അനുചിതമായി ഇടപെടുകയും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റിയ നിലയ്ക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അനർഹരായ ആളുകളാണ് മന്ത്രിമാരായി തീർന്നിരിക്കുന്നത്. ചില മന്ത്രിസ്ഥാനങ്ങൾ പെയ്ഡ് മന്ത്രിസ്ഥാനങ്ങൾ വരെയാണ് എന്ന ആക്ഷേപം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നല്ലോ. ആദ്യം തന്നെ എവിടെയായിരുന്നു ഈ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി? കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ മുട്ടുകാൽ ഇഴഞ്ഞു നടന്നതുകൊണ്ടാണ് അതൊന്നും സമയത്ത് പരിഹരിക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് തന്നെ തോന്നിയ പോലെ എല്ലാവരും പണമുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇന്ന് രാജി പ്രഖ്യാപിക്കുന്ന സമയത്ത് വലിയ സ്തോഭവിവശതയൊന്നും ബാബുവിനുണ്ടായിരുന്നില്ല. അദ്ദേഹം ഏകദേശം തീരുമാനിച്ച മട്ടിൽ തന്നെ രാജി പ്രഖ്യാപിച്ച് സസന്തോഷം തിരിച്ചുപോയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഇനി വലിയ സാധ്യതകളൊന്നും വരും മാസങ്ങളിലില്ല. മറിച്ച് KM മാണി എങ്ങനെയായിരുന്നു രാജി പ്രഖ്യാപിച്ചത്? അദ്ദേഹം അവസാന നിമിഷം വരെ കോടതി പറഞ്ഞതിന് ശേഷവും അദ്ദേഹം നിയമവകുപ്പ് മന്ത്രിയായ മാണി ഒരു ദിവസം കൂടി കടിച്ചു പിടിച്ച് തൂങ്ങി നിന്നു. പ്രദീപ് അവസാന നിമിഷം അദ്ദേഹം ഞങ്ങൾ മന്ത്രിസഭ വീടും എല്ലാവരും ചേർന്ന് എന്ന് ഭീഷണി മുഴക്കുകയുണ്ടായി. ക്ലിഫ് ഹൗസിൻ്റെ മൂക്കിന് താഴെയിരുന്ന് ഒടുവിൽ PJ ജോസഫ് സമ്മതിക്കാത്ത സാഹചര്യത്തിലാണ് രാജിവെക്കേണ്ട ഗതികേടിലേക്ക് വയോധികനായ മാണി എത്തിയത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത് എങ്ങനെയെന്ന്. അദ്ദേഹം നൃത്തം ചെയ്തും അതുപോലെ ലഡു തിന്നും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും ചുംബന സമരം നടത്തിയും ഒക്കെ ആയിരുന്നല്ലോ അത് അവതരിപ്പിച്ചത്. ഇത്തവണ അത് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് രാജിയുടെ ഇഷ്യൂ വന്നപ്പോൾ KM മാണിയുടെ വെപ്രാളം കാരണമായിരുന്നു. അദ്ദേഹം അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് ഒരു ബജറ്റ് കൂടി അവതരിപ്പിക്കാൻ ഇനിയുമുണ്ട്. ആ ബജറ്റിന് മുമ്പ് ഇനിയും പ്രീ ബജറ്റ് ചർച്ച സാധ്യമാണ്. പ്രീ ബജറ്റ് ചർച്ചയുടെ വലിയ വട്ടിപ്പണം പിരിക്കാനുള്ള മഹാസാധ്യത നഷ്ടപ്പെട്ടതിൻ്റെ മഹാദുഃഖം ആ മഹാമനുഷ്യൻ്റെ മുഖത്തുണ്ടായിരുന്നുവല്ലോ. ആ ഗതികേട് ബാബുവിനില്ല. കാരണം വലിയ സാധ്യതകളില്ല. അങ്ങനെ വരുമ്പോൾ ഒരു മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് പണപ്പിരിവിനുള്ള ഒരു ലൈസൻസാക്കി മാറ്റിയ മന്ത്രിസഭയാണ് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ. അതുകൊണ്ടാണ് സുതാര്യത അഥവാ അഴിമതി ഒരു പ്രധാന വിഷയമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. പിണറായി വിജയൻ്റെ ജാഥയിൽ തന്നെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം അഴിമതിരഹിത കേരളം. കാരണം ആ അവസ്ഥയിലേക്ക് അഴിമതിയെ അത്രത്തോളം സാമൂഹ്യവൽക്കരിക്കുന്ന ഒരു മന്ത്രിസഭയാണ് ഉമ്മൻചാണ്ടി തട്ടിക്കൂട്ടിയത്. അതിൻ്റെ അവസാന ഘട്ടം ഇങ്ങനെയൊക്കെ തകർന്ന് തരിപ്പണമാകാതെ നിർവാഹമില്ല എന്ന് കരുതുന്നയാളാണ് ഞാൻ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതോടൊപ്പം നാം ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ ഈ സർക്കാരിലേക്ക് അഴിമതിയുടെ ഏറ്റവും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കോടതികളിലേക്ക് അതെത്തുന്നു. പക്ഷേ ആ തെളിവുകൾ ശേഖരിക്കേണ്ട പ്രക്രിയ, തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിക്കേണ്ട പ്രക്രിയ നിശ്ചിതമായി ഓരോ കോടതിയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ്. ഇന്നും തൃശ്ശൂർ വിജിലൻസ് കോടതി ചോദിച്ചത് വിജിലൻസ് കോടതിയോട് വിജിലൻസ് വകുപ്പിന്റെ പെരുമാറ്റം നല്ല രീതിയിലല്ല, കോടതിയോട് ബഹുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു, ഗാന്ധീവം നഷ്ടപ്പെട്ട അർജുനന്റെ സ്ഥിതിയിലാണോ നിങ്ങൾ? ഇത്തരത്തിൽ കർശനമായ ചില വ്യവസ്ഥകൾ കോടതിക്ക് വയ്ക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെ വച്ചില്ലായിരുന്നു എങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ മുഖം
ഏതു തരത്തിലാണ് നാം ഈ വസ്തുതകളെ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത്? 1.5 മാസം മുമ്പാണ് ഇതേ കോടതി ക്വിക്ക് വെരിഫിക്കേഷൻ ആവശ്യപ്പെട്ടത്. ഈ 1.5 മാസം ഒന്നും ചെയ്യാതെ ഇരുന്നു സർക്കാർ. അപ്പോൾ സർക്കാരിൻ്റെ ഉള്ളിലുള്ള ഗൂഢ ഉദ്ദേശം എന്താണ്? അതല്ലെങ്കിൽ വിജിലൻസിനെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിച്ച ഗൂഢ ഉദ്ദേശം കുറച്ച് നാളുകൾ കൂടെ ഉള്ളൂ ഇനി. ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞ് ഇന്ന് കോടതി പറഞ്ഞ വാക്കാണത്. ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞ് അതങ്ങ് അതിജീവിച്ചു പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും പാകം ഉമ്മൻചാണ്ടിയും ബാബുവുമൊക്കെ. സത്യത്തിൽ ബാബുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവസാന ശ്രമങ്ങളൊക്കെ നടത്തിയത് എങ്കിൽ മാണി ശിക്ഷിക്കപ്പെട്ടു, ബാബുവും ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ എത്തിയത് കോടതിയെ പ്രകോപിപ്പിച്ചതുകൊണ്ട് തന്നെയാണ്. കോടതിക്ക് മനസ്സിലായി ഈ കള്ളക്കളി. അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, പുതിയ തെളിവൊന്നും വന്നിട്ടില്ലല്ലോ, തെളിവുകൾ നൽകാതെ കോടതിയുടെ നിഗമനത്തെ വീണ്ടും വീണ്ടും വഴിതെറ്റിക്കാനോ വൈകിപ്പിക്കാനോ നടത്തിയ കുൽസിതമായ ശ്രമമുണ്ട്. അത് തിരിച്ചറിഞ്ഞ കോടതി ആദ്യഘട്ടത്തിൽ അവർക്ക് ലഭിച്ച ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മന്ത്രിക്കെതിരെ FIR ഇടാൻ അങ്ങ് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ഗതികേട് സൃഷ്ടിച്ചത്, കോടതിയെ കൊണ്ട് അങ്ങനെ പറയിച്ചത് ഇവരുടെ നിരുത്തരവാദപരമായ നിസ്സഹകരണ സമീപനമായിരുന്നു. കോടതിയെ തന്നെ പരീക്ഷിച്ചുകൊണ്ട് നടത്തിയ ആ സമീപനവും പൊളിയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ എത്രമാത്രം ഉദാസീനമായാണ് ഈ അഴിമതി കഥകളെ ഉമ്മൻചാണ്ടി സർക്കാർ കാണുന്നത് എന്നും എത്രമാത്രം സമൃദ്ധമായാണ് അഴിമതിയുടെ രജതപാതയിലൂടെ അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്നും നമുക്ക് വളരെ ലളിതമായി മനസ്സിലാകുന്നു. അതിന് വലിയ വലിയ വില വരും തെരഞ്ഞെടുപ്പിൽ അവർ നൽകേണ്ടി വരിക തന്നെ ചെയ്യും. യെസ്, അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, അഴിമതിയുടെ ലളിതവൽക്കരണം വാസുദേന്ദ്രബാബു അത്തരത്തിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ ലളിതവൽക്കരണത്തെ ഉദാത്തമായി ചിത്രീകരിക്കുക, കോടതിയുടെ പരാമർശത്തെ സംബന്ധിച്ച് രാജിവെക്കേണ്ടി മന്ത്രിമാർക്ക് വരുമ്പോൾ അതിനെ ആദർശവൽക്കരിക്കുക, ഇതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നേതാവായി ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്ത്. ഇവിടെ വലിയ അഴിമതി, കോടാനുകോടി രൂപയുടെ തട്ടിപ്പാണ് നടക്കുന്നത്. അതില് മഞ്ഞുകട്ടയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്ത് കാണുന്നത്. ഇതേ ബാബു തന്നെ വിഴിഞ്ഞം ഇടപാടിൽ എത്രയോ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 10 കോടിയുടെ അഴിമതിയുള്ളൂ. 600 കോടി രൂപയുടെ തട്ടിപ്പാണ് വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ മാത്രം നടന്നിട്ടുള്ളത്. അതിന് പക്ഷെ ഒരു ബിജു രമേശും ഉണ്ടായില്ല ഈ ഇത്ര രൂപ കൈപ്പറ്റി ഇത്ര രൂപ കൊടുത്തു എന്ന് തെളിയിക്കാൻ. അപ്പോൾ വലിയ കൊള്ളയാണ് നടക്കുന്നത്, പകൽ കൊള്ള എന്ന് പറയാവുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ശ്രീ VD സതീശൻ നേരത്തെ പറഞ്ഞ പോലെ 2ാം UPA സർക്കാരിന്റെ കാലത്ത് നടന്ന പോലെയുള്ള അഴിമതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മന്ത്രിമാരായിട്ട് രാജിവെക്കുന്നു. ആദ്യം KM മാണി പോയി, ഇപ്പോൾ ബാബു, ഇനി ഇപ്പൊ ആരായിരിക്കും അടുത്ത ഊഴം എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇതിന് വലിയ വില UDF കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യെസ്, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. വാസുദേന്ദ്രബാബുവിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം, ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു UDF, പ്രത്യേകിച്ചും കോൺഗ്രസ്. നമുക്കറിയാം രമേശ് ചെന്നിത്തല ഏതു ഭാഗത്ത് നിൽക്കുന്നു. ഉമ്മൻചാണ്ടി, ബാബു രാജിവെക്കുമ്പോൾ, KM മാണി രാജിവെക്കുമ്പോൾ അത് എവിടെയാണ്? ഉമ്മൻചാണ്ടിയുടെ വലം കൈയും ഇടം കൈയും എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന 2 വ്യക്തികൾ രാജിവെച്ചു പോകുന്നു. VM സുധീരന്റെ ജാഥയടക്കം നയിക്കുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തെ. ശ്രീ വാസുദേന്ദ്രബാബു, ഈ ഘട്ടവുമായി കൂട്ടിച്ചേർത്ത് താങ്കൾ എങ്ങനെ വിലയിരുത്തും? സാധാരണഗതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം, ആ രാഷ്ട്രീയ ഭൂമികയുടെ ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നിനു പിറകെ ഒന്നായി ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിക്കും എന്നതാണ്. ആ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ UDF ഭരിക്കുന്നു, അടുത്ത തവണ LDF ഭരിക്കുന്നു, അതങ്ങനെയാണ് വരിക. എന്നാൽ ഇത്തവണ ഈ UDFിൻ്റെ ഒരു ഗതികേട് നാം പരിശോധിക്കുക. ഇപ്പോൾ ചീഫ് വിപ്പ് അടക്കം 21 മന്ത്രിമാർ, പരമാവധി അത്രയാണ്, അതിനപ്പുറം പോകാനേ ആവില്ല. മുഖ്യമന്ത്രിക്ക് ശേഷം 20 മന്ത്രിമാർ. ആ മന്ത്രിമാരിൽ ചീഫ് വിപ്പ് പാർട്ടിയുടെ വിയോജിപ്പ് കാരണം രാജിവെക്കേണ്ടി വന്നു ഒരാൾ. അതിനു മുമ്പ് തൊട്ടു മുമ്പ് ഗണേഷ് കുമാർ രാജിവെക്കേണ്ടി വന്നു. അതും അഭിലഷണീയമായ കാരണങ്ങളാലല്ല, ഭാര്യാപീഡനം. പിന്നെ ഇതാ 2 പേർ. ആദ്യം KM മാണി, ഈ മന്ത്രിസഭയിലെ ഏറ്റവും തലമുതിർന്ന, ഏറ്റവും അധികം റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള, ഏറ്റവും അധികം പ്രവർത്തനക്ഷമമായിട്ടുള്ള, ഏറ്റവും പ്രായമുള്ള ആ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ധനമന്ത്രി ചെറിയ പൊസിഷനല്ല, രാജിവെക്കേണ്ടി വന്നു, അതും അഴിമതിയുടെ പേരിൽ. ഇതാ ഇപ്പോൾ എക്സൈസ് മന്ത്രി, പ്രധാനപ്പെട്ട വകുപ്പ്, രാജിവെക്കേണ്ടി വന്നു അഴിമതിയുടെ പേരിൽ. അങ്ങനെ വരുമ്പോൾ അഴിമതി, കെടുകാര്യസ്ഥത തുടങ്ങിയ അവസ്ഥ 4 വർഷം കഴിഞ്ഞ് 5 വർഷം തികയുന്ന സമയത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഈ വിധ പ്രവണതകൾ
വേട്ടയാടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. ആ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു നവീകരണത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നതാണ് ആലോചിക്കേണ്ടത്. പ്രദീപ്, കോൺഗ്രസ്സിന് അതിൻ്റെ ആസന്നമായ തകർച്ചയെ ലഘൂകരിക്കാൻ ഒരു നവീകരണ ശ്രമം സാധ്യമാണോ? ഉമ്മൻചാണ്ടിയെ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ അതിന് ഒരു ശുഭപ്രതീക്ഷയും ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ മറിച്ച് ഏതെങ്കിലും ഒരു നവീകരണം നേതാവിനെ മാറ്റി നിർത്തി, നേതൃസങ്കല്പത്തെ മാറ്റി നിർത്തി, പുതിയ ഒരു പ്രത്യയശാസ്ത്ര ബോധം സ്വരൂപിച്ച് പുതിയ ഒരു വെണ്മയോടെ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ അധികാരം ലക്ഷ്യം വയ്ക്കുന്ന സ്വപ്നം കാണുന്ന ഒരു സഞ്ചാരം സാധ്യമാണോ കോൺഗ്രസ്സിന്? അസാധ്യമാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് കീഴിൽ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി പാർലമെൻ്ററി പാർട്ടി മാത്രമല്ല, പാർട്ടി തന്നെ, കോൺഗ്രസ് പാർട്ടി തന്നെ അങ്ങ് മുട്ടിലിഴയുകയാണ്. ആ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടിക്ക് അടുത്ത തവണ ജയിക്കണമെന്നൊന്നുമില്ല. മറിച്ച് അധികാരത്തിൽ അപ്പകഷ്ണമെന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവായി തുടർന്നാലും ഒരു മന്ത്രിസ്ഥാനം തന്നെയാണ്. ആസന്നമായ അപകടങ്ങൾ എങ്ങനെയെങ്കിലും തരണം ചെയ്യാൻ അധികാരത്തിൻ്റെ ചെറിയ കഷ്ണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും അദ്ദേഹം ഇപ്പോൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടാവില്ല. ആ സാഹചര്യത്തിൽ പാർട്ടിയെ നശിപ്പിക്കുക, മുന്നണിയെ നശിപ്പിക്കുക, വിജയിക്കാനുള്ള സമസ്ത സാധ്യതകളെയും നഷ്ടപ്പെടുത്തുക, ഏതെങ്കിലും മെച്ചമുള്ള MLA-മാരോ മെച്ചമുള്ള നേതാക്കളോ ഇപ്പം ഏകാധിപത്യത്തിനും അതുമാതിരി തന്നെ പരമായ ചിന്തകൾക്കും അതുപോലെ തന്നെ അഴിമതിക്കും ഒക്കെ എതിരെ നിൽക്കുന്ന കാര്യത്തിൽ പശ്ചാത്തലമുള്ള റെക്കോർഡുള്ള VM സുധീരനുണ്ട്, VD സതീശനുണ്ട്, പ്രതാപനുണ്ട്. അവർക്കൊന്നും അനങ്ങാൻ കഴിയാത്ത വണ്ണം വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഉമ്മൻചാണ്ടിയുടെ നീരാളിപ്പിടുത്തം. അതുകൊണ്ട് സ്വന്തം പാർട്ടിയെയും കൊണ്ടേ പോകൂ താൻ എന്ന നിലപാട് ആ നേതാവ് എടുത്താൽ കോൺഗ്രസ്സിന് പോലും ഇതിനെ സഹായിക്കാൻ കഴിയാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. യെസ്, ഈ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ആണ് തൃശൂർ വിജിലൻസ് കോടതിയുടെ പ്രത്യേക പരാമർശവും FIR കെ ബാബുവിനെതിരെ രജിസ്റ്റർ ചെയ്ത് ബാർക്കോഴ കേസിൽ അന്വേഷണം നടത്തണമെന്നുള്ള ഉത്തരവ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കെ ബാബു രാജിവെച്ചിരിക്കുന്നത്. ബാർക്കോഴ അഴിമതിയിൽ കുടുങ്ങിയും മന്ത്രി കെ ബാബുവും രാജിവെച്ചിരിക്കുന്നു. ഒരു വർഷത്തിനിടെ രണ്ടാമത്തെ മന്ത്രിയുടെ രാജി ഇന്ന് രാഷ്ട്രീയ കേരളം കണ്ടത്. രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു, ആരോപണങ്ങൾ മന്ത്രിസഭയ്ക്ക് പിന്നാലെ ഒന്നായി ഉണ്ടായിരുന്നു. സോളാർ അഴിമതി ആയിക്കഴിഞ്ഞാലും ബാർക്കോഴ ആയിക്കഴിഞ്ഞാലും അവിടെയൊക്കെ മുഖ്യമന്ത്രിയെ കേന്ദ്ര സ്ഥാനത്ത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. KM മാണി വരുന്നു, കെ ബാബു വരുന്നു, VS ശിവകുമാർ വരുന്നു. ഈ പേരുകളൊക്കെ നിൽക്കുമ്പോഴും ഇവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്ഥാനം, മുഖ്യമന്ത്രിയും കറപുരളാത്ത വ്യക്തിത്വമായി സ്വയം അവതരിച്ചിട്ടില്ല ഇതുവരെ. ഈ ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിലും ചെന്നു തറയ്ക്കേണ്ട സാഹചര്യമുണ്ടോ? അങ്ങനെ സംശയിക്കേണ്ട സാഹചര്യമുണ്ടോ? അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ വളരെ പെട്ടെന്ന് വിജിലൻസ് കേസിലെ പ്രതിയാവുന്ന ഒരവസ്ഥ ഉമ്മൻചാണ്ടിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആദ്യഘട്ടം മുതൽ തന്നെ ഉമ്മൻചാണ്ടി എടുത്തിരുന്നൊരു സമീപനം നമുക്ക് നോക്കാം പ്രദീപ്. എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും വീഴ്ച കാണിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഞാൻ എന്നായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാം ഏറ്റെടുക്കുന്ന വിശാല ഹൃദയനായ മുഖ്യമന്ത്രി എന്ന പ്രതിച്ഛായ സൃഷ്ടിക്കുക, തൻ്റെ ഓഫീസ് 24 മണിക്കൂറും ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ കഴിയുന്ന രീതിയിൽ അത് ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ അപാര സുതാര്യത പുറത്ത് വെളിവാക്കുകയും അപാരമായ അതാര്യതയും ഒരു അധികാരത്തിൻ്റെ ഇടനാഴികളിലെ കൈകോർക്കലുകളും രഹസ്യമാക്കി വയ്ക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം ഈ ഉമ്മൻചാണ്ടിയുടെ മനോഘടനയിൽ നമുക്ക് കണ്ടെത്താനാകും. കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ആളുകളായിരുന്നല്ലോ ജോപ്പനും ജിക്കുമോനും. ഇരുവരും തെറ്റുകൾ ചെയ്യുമ്പോൾ താൻ തന്നെയാണ് അതിന് കാരണക്കാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീട് താങ്കൾ സൂചിപ്പിച്ചത് മാതിരി ഒന്നിനു പുറകെ ഒന്നായി ജാഥ പോലെയാണ് അഴിമതി വന്നത്. ആദ്യ ജാഥ ഉയർത്തി പതാകയുമേന്തി വന്നത് സരിതാ എസ് നായരുമായി ബന്ധിപ്പിച്ച ധാരാളം വാർത്തകളുടെ പ്രവാഹം നടക്കുമ്പോൾ അതിൻ്റെ പങ്കെടുത്തിരുന്ന ബന്ധപ്പെട്ട എല്ലാവരുടെയും പതനങ്ങൾ, ആ പതനങ്ങൾക്ക് കാരണക്കാരൻ താനാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഉമ്മൻചാണ്ടി അവസാന ഘട്ടങ്ങളിൽ അത്തരം സംരക്ഷണത്തിൻ്റെ യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുത്തിരുന്നില്ല എന്ന് താങ്കൾ കാണണം. കാരണം KM മാണിയുടെ കാര്യം വന്നപ്പോൾ അതിന് കാരണം താനാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അത് പറയാൻ കഴിയുമായിരുന്നില്ല. കാരണം കുരുക്ക് മുറുകുന്നു, KM മാണി വീണാൽ തൊട്ടടുത്ത് ബാബു വീഴും, തൊട്ടടുത്ത് ബാബു വീണാൽ ഉടൻ വീഴാൻ പോകുന്നത് താനാണ് എന്ന തിരിച്ചറിവ് ഒന്നിനു പിറകെ ഒന്നായി നിൽക്കുന്ന ആ തിരിച്ചറിവുണ്ടല്ലോ, ചീട്ടുകൊട്ടാരം പോലെ അടുക്കി വെച്ചിരിക്കുന്ന നുണയുടെ സാമ്രാജ്യത്തിൻ്റെ ആ ചീട്ടുകൊട്ടാരം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തു ചെയ്തു?
അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കണ്ട എന്ന് വിചാരിച്ചു. ഇന്നെടുക്കുക, ബാബുവിൻ്റെ ഇഷ്യൂ വന്നു. ബാബു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക മാത്രമല്ല മണിക്കൂറുകൾക്ക് മുമ്പ് രാജി കൊടുത്തു എന്നാണ് ബാബു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാജി കൊടുത്ത് പുറത്തേക്ക് വന്ന് രാജി പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയെ പത്രക്കാർ കാണുമ്പോൾ ഒരക്ഷരം അദ്ദേഹം പറയുന്നില്ല, ഞാനാണ് അതിന് ഉത്തരവാദി എന്നല്ലേ സത്യത്തിൽ പറയേണ്ടത്. പഴയ ശീലം കൊണ്ട് പറയാതെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി ഇയാൾ തന്നെയാണ് ഉത്തരവാദി എന്ന്. അങ്ങനെ മുഴുവൻ ഉത്തരവാദിത്വത്തിൻ്റെയും അഴിമതിയുടെയും പാപക്കറ പേറുന്ന ഒരു പ്രതിച്ഛായയുമായി നിൽക്കേണ്ട ഗതികേട് ഈ അധികാരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഓട്ടം പീരീഡ് എന്ന് പറയാവുന്ന അവസ്ഥയിൽ പ്രതി എത്തിച്ചേർന്നിരിക്കുന്നു ഉമ്മൻചാണ്ടി. ഈ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി എപ്രകാരമാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? കൗതുകകരമായിരിക്കും. ആ ഭാവി സാധ്യതകൾ നമുക്ക് കാത്തിരുന്ന് കാണാം. യെസ്, അത്തരത്തിൽ രാഷ്ട്രീയ കേരളം വളരെ കൗതുകകരമായ രാഷ്ട്രീയ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വർഷത്തിനിടെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് പീപ്പിൾ TV ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി ആരോപണം, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് 2 പ്രമുഖ മന്ത്രിമാരുടെ രാജി അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. KM മാണി ധനകാര്യമന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി K ബാബു ഇന്ന് രാജിവെച്ചിരിക്കുന്നു. രാഷ്ട്രീയ കേരളം വരും ദിവസങ്ങളിൽ മറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുമ്പോൾ വളരെ നന്ദി ഭാസുരേന്ദ്ര ബാബു പങ്കെടുത്തതിനും പ്രതികരിച്ചതിനും.